രഞ്ജിനിയുടെ ഒരു MMS ക്ലിപ്പ് യു മസ്റ്റ് ഹാവ് സീൻ ഇറ്റ്. യെസ് യെസ്, അത് രഞ്ജിനിയുടെ അല്ലടും. എനിക്കറിയാം. ഏതോ ഒരു ഹോട്ട് ചിക്കന്റെയാണ്. നോട്ട് രഞ്ജിനി, നോട്ട് 32. ഫാന്റാസ്റ്റിക്. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. പെൺകുട്ടികൾക്ക് മനസ്സിലായി കാണോ? ഷാൻ ശ്രദ്ധിച്ചില്ല. ആൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രഞ്ജിനിയല്ല, കണ്ടാ മനസ്സിലാവുന്നു. അല്ല താനെപ്പോഴും എന്നെ കണ്ടാ മനസ്സിലാവുന്ന പറയുന്നത്. പിന്നെ രഞ്ജിനി ഫസ്റ്റ് ടൈം ഇത് എങ്ങനെ കണ്ടത്? സ്റ്റാർ സിംഗറിൽ ഒരാൾ കാണിച്ചു തന്നെ, കുട്ടികളല്ല, അവിടുത്തെ ഒരു ക്രൂ മെമ്പർ പറഞ്ഞിട്ടാണോ രഞ്ജിനി? ഇല്ല, ഞാൻ അതൊരു കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ 2007 കണ്ട ക്ലിപ്പാണ്. ഞെട്ടിപ്പോയോ? ഇല്ല, ബിക്കോസ് കണ്ടാ മനസ്സിലാവും ഒരു നല്ല ഭംഗിയുള്ള അറബ് കുട്ടി, നല്ല മുടി, നല്ല സൗന്ദര്യം, നല്ല അസറ്റ് ഒക്കെ കണ്ടിട്ട് ഏത് മണ്ടനായിരുന്നു എന്റെ പേര് കൊടുത്തതെന്നാ ഞാൻ ആലോചിച്ചത്. രഞ്ജിനി ഇത് കണ്ടു ഞെട്ടിയില്ല, ബട്ട് കണ്ടവരൊക്കെ ഞെട്ടിയില്ലേ? അറിയില്ല, എല്ലാരും ഞെട്ടിയെന്ന് അറിയില്ല. പിന്നെ എന്നെ അറിയാത്തവർ ചിലപ്പോ ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനല്ലാത്ത കാര്യം ഞാനെന്ന് വിചാരിക്കും. ഞാൻ ഇനി 2 പേര് പറയാം. ഇത് കണ്ടപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? അമ്മനെ ഞാനാ കാണിച്ചത്. അമ്മ എന്ത് പറഞ്ഞു? പക്ഷെ അത് നീ അല്ലല്ലോ. നമ്പർ 2 സ്വന്തം ബ്രദർ. ബ്രദർ വാസ് ഓൾസോ വെരി ഫണി അബൌട്ട്. വളരെ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഫാമിലിയാണ്. ശ്രീകുട്ടൻ വാസ് ഫൈൻ. He wasn't sensitive enough to speak. No, he didn't. ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് എന്താ ഷാൻ? ഇപ്പൊ നമ്മൾ അതിനെ അയാളെ അഡ്വർടൈസ് ചെയ്യാണ്. ഇപ്പൊ ആൾക്കാരൊക്കെ പോയി അത് കാണും. ഫേക്ക് വീഡിയോ ക്ലിപ്പ് രഞ്ജിനിയുടെ വന്നു സമ്മതിച്ചു. രഞ്ജിനി അങ്ങനത്തെ വീഡിയോസ് വേറെ കണ്ടിട്ടുണ്ടോ? നമുക്ക് ഹ്യൂമൻ ബീങ്സ് അല്ലേ, ഓഫ്കോഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടോ. 10 മിനിറ്റിന്റെ രഞ്ജിനിയുടെ ഇന്റർവ്യൂ ക്ലിപ്പ് 8000 പേര് കണ്ടു. 10 സെക്കൻഡിന്റെ ഫേക്ക് വീഡിയോ ക്ലിപ്പ് 2.5 ലക്ഷം പേര് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും? ദാറ്റ് മീൻസ് 2.5 ലക്ഷം മലയാളികൾ ഇതിൽ കൗതുകം പൂണ്ടിട്ടുണ്ട്. അതെ, ദാറ്റ് ഇസ് വാട്ട് ഐ ഡോണ്ട് ലൈക്ക് അബൌട്ട് മലയാളീസ്. ഇങ്ങനത്തെ മലയാളി എങ്ങനെ ഡിഫൈൻ ചെയ്യും? അവരുണ്ടാക്കിയവരെ പറയണം. ഇവരെന്ത് പറയണം? അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും ചിലപ്പോ കണ്ടുപോകും ചേട്ടാ. ഹ്യൂമൻ ടെൻഡൻസി. ഇപ്പൊ ഒരു ക്ലിപ്പ് വരികയാണ്, ഷാൻ അപ്പൊ വിത്ത് ആഞ്ചലീന ജോളി ഇങ്ങനെ വരുമ്പോ ഞാൻ ക്യൂരിയസ് ആവും. നമ്മുടെ ഷാനോ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ടൈപ്പ് ചെയ്യും. അപ്പൊ നോക്കുമ്പോ ഏതോ ഒരു ആക്ടർ. ആ ഒരു റിയാക്ഷൻ. അതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നതിൽ കുറ്റമൊന്നുമില്ല. പക്ഷെ ഇത് ചെയ്തിടുന്നവരാണ് ഇതിൽ. അവർക്ക് എന്ത് രസം കിട്ടുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല.